ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ നാട് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇവർ പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ്. 2 അനിയന്മാരുണ്ട്, അവർ രണ്ടാളും തമിഴ്നാട്ടിലാണ്. അപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും മലയാളം നന്നായിട്ട് അറിയാം, എന്നാലും ഇടയ്ക്കിടയ്ക്ക് തമിഴ് കലർന്ന് വരും. നമ്മൾ മലയാളം സംസാരിക്കും. അതിൽ നമ്മൾ മലയാളത്തിലെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ, അത് നമ്മൾ ഇംഗ്ലീഷിലല്ലേ പറയുന്നത്. അതായത് ഈ TV, റേഡിയോ അങ്ങനത്തെ വാക്കുകളൊക്കെ അതിൻ്റെ കറക്റ്റ് മലയാളം നമുക്ക് അറിഞ്ഞുകൂടായിരിക്കുമല്ലോ. എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ വെറുതെ കളിച്ച് തുടങ്ങിയതാണ്. ഓരോ വാക്കിൻ്റെ തമിഴും മലയാളമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വാക്കുകൾ ഞാനിപ്പോൾ ചോദിക്കാം. അതിൻ്റെ തമിഴ് പറഞ്ഞു തരണം എനിക്ക്. TV, തൊലൈക്കാഴ്ച പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഈ നമ്മുടെ തൊലൈക്കാഴ്ചയിലെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു തമിഴ് ചാനലിൽ ഇടയ്ക്ക് ഇങ്ങനെ പരസ്യം കാണിക്കും. പിന്നെ എനിക്ക് റേഡിയോ, വാനൊലി ഇടിയ, വാനത്തിൻ്റെ ഒലി, വാനത്തിൻ്റെ ശബ്ദം, ഒലി എന്ന് വെച്ചാൽ ശബ്ദം. റേഡിയോയ്ക്ക് വാനൊലി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, TVക്ക് റേഡിയോയ്ക്കൊക്കെ മലയാളത്തിൽ എന്താണ് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഫാന്, വിസറി. നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ പനയോലയിൽ ഇങ്ങനെ വീശണം, അതിനെ വിഷറി എന്നാണ് പറയുന്നത്. പിന്നെ മലയാളത്തിൽ ഫാനും പങ്കാന്ന് പറയും, പങ്ക. പിന്നെ ഇലക്ട്രിസിറ്റി, കറണ്ട്. മിൻസാര കണ്ണ, ഒരു പാട്ടുണ്ടല്ലോ, മിൻസാര കണ്ണാന്ന് വെച്ചാൽ ആകർഷണം, അതുപോലത്തെ കറണ്ടിന്റെ ആകർഷണമുള്ള കണ്ണുകൾ, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ന്യൂസ് പേപ്പർ, ചെയ്തിത്താളുകൾ. ചെയ്തി എന്ന് വെച്ചാൽ വാർത്ത, അതെനിക്കറിയാം, ചെയ്തിത്താളുകൾ. പിന്നെ ഈ ലെറ്റർ, തപാൽ. ന്യൂസ് പേപ്പറിന്റെ മലയാളം ദിനപത്രം. ലെറ്റർ തപാലാണ്. നമ്മൾ കത്തിടാൻ പോകുന്ന സ്ഥലം തപാൽ നിലയം. അപ്പൊ ലെറ്ററിന് തപാൽ എന്നാണ് പറയുന്നത്. നമ്മൾ കത്തെന്ന് പറയും, തപാൽ നിലയം പറയാം, തപാൽ അലുവലകം എന്ന് പറയും. ഓഫീസ്, ഓഫീസിന്റെ മലയാളത്തിൽ കാര്യാലയം എന്ന് പറയും, തമിഴില് അലുവലകം. പിന്നെ കടലാസ്, പേപ്പർ കാഹിതം, കടലാസ് എന്ന് പറയും നമ്മള്. പിന്നെ വേറെ എന്തോന്ന്, ബാങ്ക്, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വങ്കി. ബാങ്കിന്റെ മലയാളം എന്തോന്ന്, മലയാളം അറിഞ്ഞൂടാ, ബാങ്കിന്റെ മലയാളം അറിഞ്ഞൂടാ. പിന്നെ വേറെ ഇത്രയൊക്കെ തന്നെ. ഞാൻ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്കും ഈ ക്യാബേജ്, അവരവിടെ ക്യാബേജിന്റെ മുട്ടക്കോസ് എന്നാണ് പറയുന്നത്, മുട്ടക്കോസല്ലേ. അപ്പം എനിക്കറിഞ്ഞൂടല്ലോ, ഞാൻ വിചാരിച്ചു മുട്ട കൊണ്ടുണ്ടാക്കുന്ന എന്തോ ഒരു സാധനം. പിന്നെയാണ് മനസ്സിലായത് ക്യാബേജിനെയാണ് മുട്ടക്കോസ് എന്ന് പറയുന്നത്. അതുപോലെ കുറേ വാക്കുകൾ എനിക്ക് ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്ക് കുറേ വാക്കുകളൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പോഴും കുറേയൊന്നും അറിയില്ല, എന്നാലും ഒരുവിധം പിടിച്ചു നിൽക്കാം.